എല്ലാവരുടെ ഹൃദയവും ഈ വിഷയത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ അധ്വാനം ഏത് വിഷയത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏത് മേഖലയിലുള്ള വിദ്യാഭ്യാസ വിജയത്തെക്കുറിച്ചാണ് രക്ഷിതാവ് കൂടുതൽ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അത് സ്കൂളിലാണോ അതല്ല മദ്രസയിലാണോ, എവിടെയാണ് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറക്കൊഴിഞ്ഞത് ദുനിയാവിന് വേണ്ടിയാണോ ദീനിന് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയാണോ അതല്ല ദീനിന് വേണ്ടിയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ ഖുലൂബുഹും ഫീ ഗംറതി മിൻ ഹാദാ, മനുഷ്യന്റെ ഹൃദയം ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്, അവർക്ക് ഇതല്ലാത്ത വേറെ കുറേ പ്രവൃത്തിയാണുള്ളത്. അപ്പോൾ വെറുതെ ഇരിക്കല്ല, ആരും അടങ്ങിയിരിക്കുന്നില്ല, എല്ലാവരും അധ്വാനത്തിലാണ്. പക്ഷേ വലഹും അഅമാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, അവർ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അവർ ദുനിയാവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞതുപോലെ കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, ക്ഷണികമായ ഈ ലോകത്തെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പരലോകത്തെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് ഈ ദുനിയാവിലെ ജീവിതം. ആര് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ വാലിദായിട്ടുള്ള എം വി സാലിംക, അദ്ദേഹത്തിന്റെ മകൻ സുഹൈലും കുടുംബവും ഒരു യാത്രയിൽ അപകടത്തിൽ പെട്ടു. അവരുടെ ഭാര്യ, സുഹൈലിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി, കുഞ്ഞു മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അതിനേക്കാൾ ഖൈറായത് അല്ലാഹു പകരം നൽകട്ടെ. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു താഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് ആർക്കും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. അതാണ് അല്ലാഹു പറയുന്നത്, ക്ഷണികമാണ് ഈ ദുനിയാവിലെ ജീവിതം, ഏത് നിമിഷവും അത് അവസാനിക്കാം. എന്നാൽ എന്നെന്നും അവസാനിക്കാതെ നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്, അതാണ് പരലോകം. പക്ഷേ ആ പരലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല എന്നാണ്. ശരിയായ വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ അറിവ് നൽകപ്പെട്ട ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക തൗഹീദിനും സൽപ്രവർത്തനങ്ങൾക്കുമായിരിക്കും. പരിശുദ്ധ